കൈക്കൂലി വാങ്ങിയതിന് വിജിലൻസ് കേസെടുത്തെങ്കിലും ജയിൽ ആസ്ഥാനത്തെ ഡിഐജി MK വിനോദ് കുമാറിന് സർക്കാർ സംരക്ഷണം തുടരുന്നു. ഫയൽ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി 2 ദിവസമായിട്ടും ഇതുവരെ വകുപ്പുതല നടപടി ഉണ്ടായിട്ടില്ല. അതേസമയം വിനോദ് കുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത FIR-ലുള്ളത്. ഫയൽ നീക്കത്തിന്റെയും FIR-ന്റെയും പകർപ്പുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ജയിൽ DIG MK വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസെടുത്തിട്ട് 5 ദിവസം പിന്നിട്ടു. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന വിജിലൻസ് മേധാവിയുടെ ശുപാർശയാകട്ടെ 2 ദിവസമായി മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. ആഭ്യന്തര സെക്രട്ടറി കൈമാറിയ ഈ ഫയലിൽ മുഖ്യമന്ത്രി ഇതേവരെ തീരുമാനമെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അതേസമയം TP കേസ് പ്രതികളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമടക്കം പണം വാങ്ങിയെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. വിനോദ് കുമാർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നതിന് തെളിവുണ്ടെന്നും കൈക്കൂലി കൈപ്പറ്റിയതിനു പിന്നാലെ തടവുകാർക്ക് പരോൾ ലഭിച്ചെന്നുമുള്ള നിർണായക വിവരങ്ങളടങ്ങിയ FIR-ന്റെ പകർപ്പാണ് പുറത്തുവന്നത്. പൂജപ്പുര, കണ്ണൂർ, വിയൂർ ജയിലുകളിലെ തടവുകാരിൽ നിന്ന് പണം വാങ്ങി. പണം നൽകിയ സുഹൃത്തുക്കളും ബന്ധുക്കളും തടവുകാരെ ജയിലിൽ സന്ദർശിച്ചു. പ്രതികളും ഗുണ്ടകളും വിനോദ് കുമാറിനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടെന്നും FIR-ലുണ്ട്. അഴിമതി നിരോധന നിയമത്തിലെ 2 വകുപ്പുകൾ ചുമത്തിയാണ് വിനോദ് കുമാറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.